വി പി സുനിൽ മൈത്ര, ഇത്രയും പേരാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ കർഷക മേഖലയിൽ നിന്നുള്ളവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. നമുക്ക് ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുന്നതിനായിട്ട് ഹരികുമാർ വാലേറ്റ് സാറിനെ തന്നെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ചുറ്റുമുള്ള കാലാവസ്ഥയുടെ രൂക്ഷതയും ഇന്ന് വേവുകയാണ്. പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ വെന്തുരുകുകയാകും എന്നൊരു പ്രയോഗം. മനുഷ്യൻ എങ്ങനെയാണ് വെന്തുരുകുക? എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന പാചകശാലയിൽ നിൽക്കുന്നവരും ഉരുക്കുകൾ പോലെയുള്ള സാധനങ്ങൾ നീറ്റുകയും പഴുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന യന്ത്രസാമഗ്രികൾക്കൊപ്പം നിൽക്കുന്നവരൊക്കെയാണ് വെന്തുരുകുക. പക്ഷെ ഇന്ന് സാധാരണ മനുഷ്യൻ പോലും സ്വന്തം വീടിനുള്ളിലിരുന്നാൽ നീറിപ്പുകയുന്ന, ദേഹം മുഴുവൻ പുകച്ചിലെടുക്കുന്ന ഒരവസ്ഥ. സ്വാഭാവികമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകമാകെ എന്നല്ല, പ്രപഞ്ചമൊട്ടാകെ ചൂട് കൂടുന്നു. അതൊരു ശാസ്ത്ര സത്യമാണ്. കേരളത്തിൽ തന്നെ പുനലൂരും പാലക്കാടും മാത്രമായിരുന്നു 38-39 എന്നുള്ള ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനം രേഖപ്പെടുത്തി കണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ ആലപ്പുഴ തീരദേശ മേഖലയിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 7ഓളം ജില്ലകളിൽ അതിതാപനത്തിന്റെ മുന്നറിയിപ്പുകളുമായി, യെല്ലോ അലേർട്ടുകളുമായി കഴിയുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ഇക്കഴിഞ്ഞ ദിവസം 39 ഡിഗ്രി സെൽഷ്യസ് നിലനിൽക്കുന്നു. ചുരുക്കത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല. ഈ യെല്ലോ അലേർട്ട് എന്ന് പറയുന്നത് സൂര്യതാപം, സൂര്യരശ്മികൾ നേരിട്ട് ശരീരത്തിൽ ഏൽക്കുവാൻ പാടില്ലാത്ത അവസ്ഥ. ശരീരത്തിൽ പൊള്ളലേക്കുക, സൂര്യാഘാതമേക്കുക എന്ന് പറയുന്നു. നിർജ്ജലീകരണം കൊണ്ട് ശരീരത്തിൽ ക്ഷീണമുണ്ടാകുക, മറ്റു പാർശ്വ ഫലങ്ങൾ എന്നുള്ള രീതിയിൽ മൂത്രാശയ രോഗങ്ങൾ വരെ ഉണ്ടാകുക. നിർജ്ജലീകരണത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് കിഡ്നിയുടെ പ്രവർത്തന രഹിതമായ അവസ്ഥയിലേക്ക് മാറുക. അപ്പോൾ രോഗി അപകടാവസ്ഥയിലേക്ക് മാറുന്നതിന് തുല്യമായൊരവസ്ഥ. എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ തടയുവാൻ പറ്റുമോ? തീർച്ചയായും പ്രകൃതിയോട് യുദ്ധം ചെയ്തു നിൽക്കാൻ മനുഷ്യന് അസാധ്യമെന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 75 വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായി നിൽക്കുന്ന പ്രളയം. എത്ര പേര് അപകടപ്പെട്ടിരിക്കുന്നു, എത്ര കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. ഒരു 1/4 നൂറ്റാണ്ട് കൊണ്ടുണ്ടാക്കിയെടുത്തവയെല്ലാം മണ്ണടിയുന്ന രീതിയിലേക്കുള്ള പ്രളയം അവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ ശക്തിക്കൊപ്പം എതിർത്ത് നിൽക്കുക എന്നുള്ളത് മനുഷ്യനെ കൊണ്ട് സാധ്യമായവരല്ല. പക്ഷേ ഈ അതിതാപന അവസ്ഥയെ ഈ 4ഓളം മാസങ്ങൾ, ഫെബ്രുവരി മുതൽ ഏകദേശം ആഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന 5 മാസങ്ങൾ ഈ താപനത്തിൻ്റെ ശക്തിയിലേക്ക് കടന്നു വരും. ഇതിനിടയ്ക്ക് വരുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു മഴക്കാലം മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു അല്പം ആശ്വാസം കിട്ടാനിടയുള്ളത്. അപ്പോൾ എന്താണ് മാർഗം? പൊരുത്തം ചൊല്ലുക. ഈ അതിതാപനത്തോട് പൊരുത്തം ചൊല്ലാൻ എങ്ങനെ കഴിയും? വീടിന് മുകളിൽ തകിടിട്ട് ചൂട് കുറയ്ക്കാം എന്നുള്ള വ്യാമോഹം ഇന്നേറെ അപകടമായിരിക്കുകയാണ്. ഒട്ടുമിക്ക ഭവനങ്ങളുടെയും മുകളിൽ ലോഹക്കൂടുകൾ കയറി കഴിഞ്ഞപ്പോൾ അത് താപനത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. പകൽ വർദ്ധിക്കുന്ന ചൂട് വൈകുന്നേരങ്ങളിലേക്ക് താഴേക്ക് തണുക്കുമ്പോൾ വീണ്ടും ആ ചൂട് നിലനിൽക്കുന്ന ഒരവസ്ഥ. അതൊരു പരിഹാരമായോ? ആയില്ല. നമ്മളുടെ ഈ സഞ്ചാര മേഖലയിലെ സൗകര്യങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ചങ്ങനാശ്ശേരിയിലും 1 മണിക്കൂർ കൊണ്ട് എറണാകുളത്തും 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തും ചെല്ലണമെന്നുള്ളത് വർദ്ധിച്ചു വരുന്ന നമ്മളുടെ ക്രിയാശേഷിയുടെ ഭാഗമായി നമുക്ക് ആവശ്യമാകാം. പക്ഷേ ഫാസിസമെന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ പറയുന്ന രീതിയിലുള്ള തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച രാജഭരണകാലത്തെ നമ്മൾ നിരാകരിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ നിന്ന് മുഴുവൻ തണൽ മരങ്ങളും പതിറ്റാണ്ടുകളായി വളർന്നു നിന്ന ഒട്ടുമിക്ക മരങ്ങളും ആലപ്പുഴയിൽ കളർകോട് നിന്ന് തെക്കോട്ട് അമ്പലപ്പുഴ വരെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി 3000 ചില്ലുവാനും മരങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കൊച്ചു കൊച്ചു മരങ്ങൾ വേറെയും തണൽ പരത്തി നിന്ന് സോഷ്യൽ ഫോറസ്റ്റിയുടെ ലിസ്റ്റിൽപ്പെട്ടിരുന്ന 3000 ചില്ലുവാനും മരങ്ങളാണ് കോടാലിക്ക് ഇരയായത്, അല്ലെങ്കിൽ യന്ത്രവാളുകൾക്ക് ഇരയായത്. ഇന്ന് ആ ഭാഗമെല്ലാം ചുട്ടുപൊള്ളുകയാണ്. രാജസ്ഥാൻ മരുഭൂമി പോലെയാണ് കളർകോട്ട് നിന്ന് തെക്കോട്ട് നോക്കിയാൽ അമ്പലപ്പുഴ വരെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ആ ചൂട് പരിസര ഭാഗങ്ങളിലേക്കെല്ലാം പടരും, നിശ്ചയമായും പടരും. 60 മീറ്റർ വീതിയിൽ പാകിയിരിക്കുന്ന മെറ്റൽ പഴുത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ടാറ് ചൂടായാൽ എന്തായിരിക്കും അവസ്ഥ? പരിസരങ്ങളിലെ കിണറുകളെല്ലാം ഈ ജലത്തിൻ്റെ ശോഷണം കൊണ്ട് കുടിവെള്ളം പോലും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നു. കുളങ്ങളെല്ലാം പാടെ നമ്മൾ നികത്താൻ പഠിച്ചവരായി. വീടുമുറ്റും മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് തറവാകിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും സ്വന്തം ഭവന നിവാസ കേന്ദ്രത്തിൽ താഴാതെയായി.
കാരണക്കാർ വിരൽ ചൂണ്ടുമ്പോൾ മറ്റൊരാളെ ചൂണ്ടുമ്പോൾ 3 വിരലും നമ്മളിലേക്ക് തന്നെയാണ് തിരിയുന്നത്. ഇതാണ് സാഹചര്യം. എങ്ങനെ ഈ അവസ്ഥയെ നമുക്ക് പൊരുത്തപ്പെടാം? എങ്ങനെ ഒരു കടയിൽ അന്വേഷിച്ചാൽ പോലും എയർ കണ്ടീഷണർ കിട്ടാൻ വയ്യാത്ത ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മേഖലയാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്നും വേണ്ട, എയർ കൂളർ ആയാലും മതി എന്ന് പറഞ്ഞാൽ അതുമില്ല, എന്നാൽ സീലിംഗ് ഫാനെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വാങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ടേബിൾ ഫാനും പെഡസ്റ്റൽ ഫാനും കടകളിൽ വില കൂട്ടി വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. 150, 200, 300 രൂപ കൊടുത്താൽ കൊച്ചു കുഞ്ഞുങ്ങളും പ്രായാധിക്യം കൊണ്ട് ശയ്യാവലംബികളുമായി കിടക്കുന്ന രോഗികളെ ആശ്വസിപ്പിക്കാൻ ഈ തണുത്ത കാറ്റിന് തുടക്കത്തിൽ കഴിയുമെങ്കിലും രാത്രിയുടെ ആ മധ്യാമം കഴിയുമ്പോൾ ഈ മോട്ടറും പഴുത്ത് അതിൽ നിന്നും വരുന്നത് ഈ താപനം തന്നെയാണ്. ഇതിനെന്താണ് ഒരു പരിഹാരം? ഓക്കെ സാർ, ഇത് വിഷയം സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കും എല്ലാവർക്കും അറിയാം, എല്ലാവരും വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ചിലർ വിളിച്ചു പറഞ്ഞത് ഉറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. രാത്രി എത്ര ഫാൻ ഇട്ടാലും ഒന്നും ഉറങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും. നമ്മളെടുത്തിരിക്കുന്ന വിഷയം ഈ അതിതാപനത്തോട് പൊരുത്തപ്പെടുന്നത് എങ്ങനെ എന്നതാണ്. അത് പൊരുത്തപ്പെടണോ അതോ ഫൈറ്റ് ചെയ്യണോ, എന്താ വേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഏതായാലും നമുക്ക് നിമ്മി ടീച്ചറിനെ കേൾക്കാം. സെൻറ് ജോസഫ്സ് കോളേജിലെ പ്രൊഫസറായിരുന്നു. ഇപ്പോൾ ഈ യോഗയുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണലായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. ഏതായാലും ടീച്ചറിന് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരുപാട് എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. എയർ കണ്ടീഷണറിൽ നിന്ന് വരുന്നതും നമുക്ക് ചൂട് ആയിട്ടുള്ള ഇത് തന്നെ, അതായത് നമുക്ക് ദോഷകരമായിട്ടുള്ള ഗ്രീൻ ഇതൊക്കെയാണ് വരുന്നത്, എമിഷൻസ്. അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളിൽ നിന്നും വരുന്ന പുകകൾ, ഇതെല്ലാം നമുക്ക് അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും മലിനീകരണത്തിനും ഒക്കെ ഇത് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ അന്തരീക്ഷത്തിലെ എപ്പോഴും നമുക്ക് മരങ്ങൾ, ഹരി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മരങ്ങൾ ഒരുപാട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നത് മരങ്ങളാണ്. നമ്മൾ മരങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു വീട്ടിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വമേധയാ നമ്മൾ പറയും നമുക്ക് വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഫീലിംഗ് ആണത്. അതായത് മുഴുവൻ നമുക്ക് ഒരുപാട് കൂടുതൽ ഓക്സിജൻ സപ്ലൈ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ അത് ആഗിരണം ചെയ്യും. അപ്പൊ ഈ തടിയുടെ അകത്താണ് ഇതെല്ലാം ആഗിരണം ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മരം എല്ലാം മുറിച്ച് കളയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ചൂടാണ് അനുഭവപ്പെടുന്നത്. അതായത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതായത് നല്ല കുളിർമയുള്ള കാറ്റ് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റാണ് മരങ്ങളും ഉള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടിന് എല്ലാവരും ജനലുകളും ഒക്കെ തുറന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ അവർക്ക് ജനൽ പോലും തുറക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അപകടവും കള്ളന്മാരുടെ ശല്യവും ഒക്കെ കാരണം ജനൽ പോലും തുറന്നിടാനൊക്കത്തില്ല. കാരണം രാത്രി ഒരു ഫ്രഷ് എയർ വന്നു കഴിഞ്ഞാൽ അത് കിട്ടാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു വീട്ടിൽ ഒരു മരം എന്നുള്ളത് നമ്മൾ കർശനമായി പാലിക്കണം. മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ആ ശീലം നമ്മൾ കൊച്ചു കുട്ടികളുടെ മുതൽ നമ്മളത് ശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിനൊരു പരിഹാരം. തീർച്ചയായിട്ടും നമുക്ക് സുരേഷ് കുമാർ സാറിനെ കേൾക്കാം. സാറ് ഈ കൃഷിയുടെ മേഖലയിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും സാറിനും കുറച്ചേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പൊ നമ്മുടെ താപനത്തോട് പൊരുത്തപ്പെട്ടേ പറ്റും. കാരണം വെച്ചാൽ കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്, ചൂട് വർദ്ധിച്ചു വരുന്നു, സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ചൂട് കൂടുന്നു. അതുകൂടാതെ നമ്മൾ വീട് വെക്കുന്നത് തന്നെ ഒരു ചൂടോ അല്ലെ അതിനെ അതിജീവിക്കുന്ന രീതിയിലല്ല. ആദ്യമേ വീട് വെക്കുന്നു, അത് കഴിഞ്ഞ് തറയോടിട്ട് ഒരു തരി പോലും വെള്ളം കീഴോട്ട് ഇറങ്ങാതിരിക്കുകയും ചൂട് അതൊരു പിന്നെ അഭംഗിയായിട്ടാണ് മരം വെക്കുന്നത് കാണുന്നത്. പിന്നെ അത്യാവശ്യം കുറെ ചെടികളൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് പോരാ. നമുക്ക് ഇതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല വൃക്ഷങ്ങൾ വെച്ച് ഈ തണലിനെ അതിജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ട ഒരു അനിവാര്യമായ കാര്യമാണ്. പിന്നെ കണ്ടുവരുന്നത് പല സ്ഥലങ്ങളും വൃത്തിയായിട്ട് വൃത്തിയായിട്ടിടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ഈ വേനൽക്കാലത്ത് വീഴുന്ന കരിയലുകളെല്ലാം പറമ്പിൽ തന്നെ അവിടെ തന്നെ കിടക്കട്ടെ, നമുക്കൊരു 2-3 മഴയ്ക്ക് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. ഇത് പലരും തൂത്തുകൂട്ടി കത്തിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അതെ, വീടിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യണ്ടേ? ക്ലീൻ വേണം. അതിനൊക്കെ ഒരു കാഴ്ചപ്പാടാണ്. അതല്ല ഈ നമ്മൾ ഇതിനകത്ത് ഒത്തുചേരുക എന്നുള്ള പറയുന്ന കാര്യം. ഇത് വീഴുന്നത് നമ്മളൊന്ന് ക്രമീകരിച്ചിടുമ്പോൾ നമുക്കൊരു മെത്തേഡ് എഫക്ട് കിട്ടും. താഴത്തു നിന്നുള്ള ചൂടിനെ അല്ലെ പെട്ടെന്ന് പിന്നെ സൂര്യതാപത്തെ ഭൂമിയിലോട്ട് എത്തിക്കാതെ കൊടുക്കാമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചൂടിനെ അതിജീവിക്കാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം മരങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നമുക്ക് ഈ പറഞ്ഞ ഇതിനെ പൊരുത്തപ്പെട്ടേ പറ്റും.
അതിന്റെ പിന്നെ വ്യാപ്തി കുറയ്ക്കുക എന്നുള്ള എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കും. ചൂട് എന്തുമാത്രം കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് തണല് കൂടുമ്പോഴും കാറ്റ് കൂടുമ്പോഴും വൃക്ഷത്തിന്റെ അടിയിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം കൂടുതലുണ്ടാകുന്നത്. അപ്പൊ അതുവഴി നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, മിസ്റ്റർ VP സുനിൽ ഒരു ജൈവ കർഷകനാണ്. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നമുക്ക് വെളിച്ചം തരാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങയുടെ അഭിപ്രായം? അല്ല, അതിതാപനം എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ വർഷവും നമ്മൾ ഇപ്പോ ചൂട് കൂടി വരികയാണ്. അതിന് പ്രധാന കാരണങ്ങൾ നമ്മൾ തന്നെയാണ്. നമ്മൾ സമൂഹം അതിനോട് പൊരുത്തപ്പെടുന്നില്ല. യഥാർത്ഥത്തില് അതിതാപനത്തോട് ഇപ്പൊ പൊരുത്തപ്പെടുന്നില്ല. എന്നാ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളെല്ലാം അവർ മാറ്റി. പുഴകളുണ്ടായിരുന്നു ഒരുപാട്, ആ പുഴകളെല്ലാം മൂടി. ഒരു വീട്ടില് മുമ്പ് 10-25 സെന്റ് ഉള്ള ഒരു വീടുണ്ടെങ്കിൽ ആ പുറമ്പ് 2 കുളങ്ങളുണ്ടായിരുന്നു. ആ കുളങ്ങളില്ല. മഴക്കുഴികളുണ്ടായിരുന്നു ഒരുപാട്, അതുകളില്ല. ചെറിയ ചെറിയ തോടുകളുണ്ടായിരുന്നു, അതൊക്കെ പോയി. അതെല്ലാം പോയി. അവിടെ എല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു. പാടങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ 10-15 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നത് പാടങ്ങളിലാണ്. പറമ്പിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. പറമ്പിലെ മണ്ണ് ഇങ്ങനെ പഴുത്ത് കിടക്കുക. പാടത്താണെങ്കിൽ നമ്മളൊരു ചീര നട്ട് കഴിഞ്ഞാൽ ചീര ഇങ്ങനെ പറിച്ച് കൈ വെക്കുമ്പോൾ തന്നെ ആ ചീര വാടിപ്പോവും. അത്രയ്ക്ക് ചൂടാണ്. മറ്റ് പച്ചക്കറികളാണെങ്കിൽ പോലും ചൂട് കൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്നില്ല. കാർഷിക മേഖലയിൽ ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഗുരുതരമായി ബാധിച്ചിട്ടുള്ളത് ഇത് കാർഷിക മേഖല. കാരണം നമ്മുടെ ഉൽപാദനത്തിന് ചെലവിനനുസരിച്ച് കിട്ടുന്നില്ല. അതനുസരിച്ച് വിളവുകളെല്ലാം കുറയുന്നു. കർഷകൻ ഈ മേഖലയിൽ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഈ ചൂട് അവനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർഷിക മേഖലയെ വലിയ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ആ മേഖലയെക്കുറിച്ച് കാർഷിക മേഖല എന്ത് സംഭവിച്ചു ഈ ചൂട് കൊണ്ട് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വസ്തുത. അതിൽ പ്രധാന ഒരു വിഷയം, നമുക്കിപ്പോ ഇന്നലെ നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്നപ്പോ നമുക്ക് കിട്ടിക്കൊണ്ടുവന്ന പച്ചക്കറിക്ക് ഒരു 50 രൂപ കിട്ടിയെങ്കിലും ഇപ്പൊ ചൂട് ഇത്രയും കൂടി ഉൽപാദനം കുറഞ്ഞപ്പോഴും കിട്ടുന്ന 20 രൂപയിലേക്ക് മാറി. ആ രീതിയിലേക്ക് മാറി കർഷകന്റെ ഒടിഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ചൂട്. അപ്പൊ കർഷകൻ നിലനിന്നല്ലേ രാജ്യം നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കുള്ളൂ. കാർഷിക മേഖലയിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഇതിന്റെ വളരെ വലിയ ഒരു ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു വിശ്രമ കേന്ദ്രം എന്നൊക്കെ കരുതിയിരുന്നതാണ് ബാംഗ്ലൂർ. നമുക്ക് അവിടെ പോയി താമസിക്കാം, ഒരു ആശ്വാസമായിട്ട് അന്തരീക്ഷം മുഴുവനും തീരും എന്നൊക്കെ കരുതിയിരുന്ന അങ്ങനെയുള്ള ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വിട്ടുപോവുകയാണ്. താമസിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറി. അവിടെ വെള്ളമില്ല, കുടിവെള്ളമില്ല, പാത്രം കഴുകാൻ പോലും വെള്ളമില്ല. അങ്ങനത്തെ ഒരവസ്ഥ ആയിക്കഴിഞ്ഞു. എന്നാൽ UAE വെള്ളപ്പൊക്കമായി. അവിടെയും പ്രതിസന്ധി ഉണ്ടായി. കാലാവസ്ഥാ വ്യതിയാനം മൊത്തത്തിൽ അന്താരാഷ്ട്ര രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും മാൻമെയ്ഡ് ഡിസാസ്റ്റർ തന്നെയാണോ? എന്താണ് ഹരികുമാർ സാറിന്റെ ഒരു അഭിപ്രായം? ഈ UAE മഴയെ പറ്റി തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടന്നിരുന്നു. സാങ്കേതിക വിദ്യകളുടെ സഹായം തേടിയപ്പോൾ പരിധി വിട്ട സമ്പാദന മാർഗങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുന്നത് പോലെ കൂടുതൽ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ വഴിവിട്ട സമ്പാദന സംവിധാനങ്ങളെ ആശ്രയിക്കുമെന്ന് പറഞ്ഞതുപോലെ മഴയെ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള വാതക പ്രയോഗം കൈവിട്ടുപോയി. അതാണ് ഇങ്ങനെ ഒരു പ്രളയം അവിടെ ഉണ്ടായത്. 75 വർഷത്തെ ചരിത്രത്തെ തിരുത്തിക്കൊണ്ടുള്ളൊരു മഴപ്പെയ്ത്തുണ്ടായി എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. അതൊരു വിരൽ ചൂണ്ടലാണ്. നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖല തൊട്ടടുത്തുള്ള എറണാകുളം തന്നെ 60 കിലോമീറ്റർ അപ്പുറം ചെന്ന ഏരിയൽ ഡിസ്റ്റൻസിലാണ് 40 കിലോമീറ്റർ മതി. ഈ എറണാകുളം നഗരത്തിലെ ഫ്ലാറ്റുകൾ ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ എന്ത് വലിയ കോൺക്രീറ്റ് ഡെപ്പോസിറ്റ് ആണ് ആ ചെറിയ നഗരത്തിൽ ഉള്ളത്. എത്ര ടൺ കമ്പിയാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്, എത്രയോ മെട്രിക് ടൺ സിമെന്റ് ആണ് അവിടെ പാകി നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം അന്തരീക്ഷത്തിലെ ചൂട് അങ്ങോട്ട് ഏറ്റുകഴിയുമ്പോൾ സ്വമേധയാ താപനം ആഗിരണം ചെയ്ത് തിരിച്ച് പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നത് താപം തന്നെയാണ്. അപ്പോൾ നമ്മൾ തന്നെ വരുത്തി വെച്ച അനുഭവങ്ങളാണ്. ഇത്രയേറെ ഈ ബാഹുല്യം, കെട്ടിടങ്ങളുടെ ബാഹുല്യം ഒരു പരിമിതമായ സ്ഥലത്ത് വേണമായിരുന്നോ? ഇതിന് അനുവാദം കൊടുക്കുമ്പോൾ അതൊക്കെ കാണേണ്ടിയിരുന്നല്ലേ? ഒരു 50 കൊല്ലം കഴിയുമ്പോൾ എറണാകുളം നഗരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ മുൻകാഴ്ചപ്പാടോടുകൂടി എടുക്കുന്ന ഈ റോഡുകളുടെ വികസനം, ആറുവരിപ്പാത നല്ലത് തന്നെയാണ്, ആളുകൾക്ക് പോകണം, അപകടം ഉണ്ടായാൽ എത്തിക്കണം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെറിയ തൈകൾ, മരങ്ങൾ നട്ടുപിടിപ്പിക്കും. ഈ റോഡിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഏതാണ്ട് 6 അടി 10 അടി ഉയരത്തിൽ മരങ്ങൾ വളർന്നു കഴിയും.
പക്ഷെ ഇവിടെ നമ്മളുടെ ഭരണാധികാരികൾ ഈ മരം നട്ടുപിടിപ്പിക്കുന്നത് കാണാൻ നോർവേയിലോ സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ പോയി വിമാന ടിക്കറ്റും ചെലവാക്കി കോടിക്കണക്കിന് രൂപ മടക്കി തിരിച്ചു വന്നാലും ഇവിടെ മരം മുളയ്ക്കുകയില്ല. മറ്റൊരു കാര്യം നിമ്മി ടീച്ചർ പറഞ്ഞതുപോലെ കൂടുതൽ മരം വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈ മരം വെച്ച് പിടിപ്പിച്ചതിന്റെ പേരിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നോട്ടീസ് നൽകപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരു ഗ്രാമവാസിയാണ്. എന്റെ ഗ്രാമത്തിലെ എന്റെ ഒരു പുരയിടത്തിൽ ഈ സോഷ്യൽ ഫോറസ്റ്റിയുടെ കുറെ അധികം മരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിച്ചു. സതുദ്ദേശത്തോടുകൂടി തന്നെയാണ്. കാരണം ആ മരങ്ങൾ ഒരു 25-30 കൊല്ലം കഴിയുമ്പോൾ അല്ലെ എന്റെ കാലശേഷം എന്റെ തിരിച്ചുള്ള തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടും എന്നുള്ളതായിരുന്നു എന്റെ കാഴ്ചപ്പാട്. പക്ഷെ ആ വലിയ പുരയിടത്തിന്റെ പരിസരങ്ങളിൽ വന്ന് കൊച്ചു കൊച്ചു വീടുകൾ ആളുകൾ വാങ്ങിക്കുകയുണ്ടായി. വാങ്ങിയവരെല്ലാം സുരേഷ് സൂചിപ്പിച്ചതുപോലെ മുറ്റം കോൺക്രീറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ കോൺക്രീറ്റ് ചെയ്ത 5 സെന്റ് 30 സെന്റ് സ്ഥലങ്ങൾ വന്നപ്പോൾ അവർക്ക് മരമില്ലാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ എതിർഭാഗത്ത് നിൽക്കുന്ന മരത്തിലെ കരിയില പറന്നു വന്നാൽ ഈ വീട്ടിലെ വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന ആളുകൾക്കോ ബുദ്ധിമുട്ട് അലോസരപ്പെടാൻ തുടങ്ങി. ഞങ്ങളുടെ ഗാർഡനിൽ നിങ്ങളുടെ ചെടികളുടെ ഇലകൾ മരങ്ങളുടെ ഇലകൾ വന്ന് വീഴുന്നു, അത് ഞങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പഞ്ചായത്തിൽ പരാതി കൊടുക്കും. അന്യന്റെ മരം മറ്റൊരു വീട്ടിലേക്ക് ചാഞ്ഞു നീക്കുകയോ ഇലച്ചിൽ പൊഴിക്കുകയോ ചെയ്താൽ കുറ്റകരമാണെന്നുള്ള ഒരു ദുരന്ത അവസ്ഥ നമുക്കിന്നുണ്ട്. അതിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഈ നിയമം പടച്ചുവിട്ട മനുഷ്യനെ പ്രകൃതി ശിക്ഷിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മരങ്ങളുടെ ചില്ലകൾ വെട്ടിക്കുകയാണ് ഏറ്റവും വലിയ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ വലിയ ജോലി. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കമ്പികൾ വലിച്ചിട്ട് വഴിനീളെ ടച്ച് വെട്ടെന്നും പറഞ്ഞ് 2-3 ദിവസം കറണ്ട് കട്ട് ചെയ്തിടുന്ന ഒരു രീതി. കേബിളുകളുടെ സംവിധാനം രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴും ഇവിടെ ഈ ടവറുകളിൽ കൂടെ 10-15 കമ്പി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങുന്ന രീതിയിൽ വലിച്ചു കെട്ടി ആർക്കും അറിയാൻ അപ്രായോഗികമായ ശാസ്ത്രീയ നിബദ്ധമല്ലാത്ത സംവിധാനങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് പൊരുത്തം ചൊല്ലാൻ ശ്രമിക്കണം. കാലം മാറുന്നു, പ്രകൃതി മാറുന്നു. ഓസോൺ പാളികളെ ഒന്നും തടയാൻ നമ്മുടെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കും കഴിവുണ്ടാവുകയില്ല. കാരണം പ്രപഞ്ചം മുഴുവനുള്ള മാറ്റമാണ്, ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കുള്ള മാറ്റങ്ങളാണ്. അതിൽ യാതൊരു പരിഹാരവും നമ്മളെ കൊണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഒന്ന്, ഈ നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ഇന്ന് വാർക്കപ്പെടുന്നത് കരിങ്കൽ പൊടി കൊണ്ടാണ്. ഈ കരിങ്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും, വളരെ താമസിച്ച് അതിന്റെ ചൂട് പിടിക്കുകയുള്ളൂ. നമ്മൾ മുൻപ് കാലങ്ങളിൽ കെട്ടിടം ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ്? എല്ലാം ഓടായിരുന്നു, മണൽ ചുട്ടെടുത്ത ഓടായിരുന്നു. ഇത് ചൂടായി വരാൻ വളരെയധികം താമസം ഉണ്ടാവും. ചൂടാവുന്ന പോലെ തന്നെ തണുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചരല് കൊണ്ടായിരുന്നു വാർത്തുകൊണ്ടിരുന്നത്. നമ്മുടെ പുഴകളും ആറുകളും കായലുകളും എല്ലാം എക്കലടിഞ്ഞ് കുന്നുകൂടി കിടക്കുകയാണ്. മണലും ചരലുമൊക്കെ വരാൻ സമ്മതിക്കുകയില്ല. പരിസ്ഥിതി എന്നാണ് പേര് പറയുന്നത്. ജലവാഹനങ്ങളുടെ ശോഷണം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ബോട്ട് പോലും നമ്മുടെ പുഴകളിൽ കൂടെ കായലിൽ കൂടെ ഓടത്തില്ല. കാരണം എല്ലാം മണൽപ്പുറ്റുകളാണ്. ഒരു 3 അടി 4 അടി താഴോട്ട് ചെന്നാൽ മണൽപ്പുറ്റാണ്. ഈ മണൽ വാരി വീടുകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ശാസ്ത്രീയമായി അങ്ങനെ ഒരു നിർമ്മാണ രീതി വന്നിരുന്നെങ്കിൽ ഈ ചൂട് കുറയുമായിരുന്നു. വീടുകളുടെ മുകളിലെല്ലാം ഈ കൂടാരം വന്നത് ഈ മോശം ഈ സാൻഡ് ഇട്ട് കെട്ടിടങ്ങൾ വാർത്തപ്പോൾ ഉണ്ടായ പൊട്ടലുകളെ അതിജീവിക്കാനാണ് ഈ തകരക്കൂടാരങ്ങൾ എല്ലാ വീടുകളുടെയും മുമ്പിൽ. ഇപ്പോൾ വ്യാപകമായിട്ട് അതേ ഉള്ളൂ. നമ്മുടെ വീടുകൾക്കെല്ലാം ഒരേ പാറ്റേൺ ആണ്, ഒരേ തകട് വീടുകളാണ്. കേരളത്തിലെ ജപ്പാനിലെ വീടുകൾ പോലെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അപ്പൊ ഈ ഒരു വർധന വ്യതിയാനം, ഒരു വലിയ മാറ്റം, ഈ മാറ്റത്തെ ഇനി പ്രതിരോധിക്കാൻ എളുപ്പമില്ല. ഇതൊന്നും പൊളിച്ചു കളയാനൊക്കെയില്ല. പറഞ്ഞതുപോലെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. വീട്ടിലൊരു മരമെങ്കിലും ഉണ്ടാകണമെന്ന നിയമം വരണം. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കാർബൺ എമിഷനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും. മരത്തിന്റെ ചോല നമ്മുടെ പുരയിടങ്ങളിൽ തണൽ വീഴ്ത്തി തുടങ്ങും. തീർച്ചയായും മരങ്ങളാണ് നമ്മളുടെ വരമായി മാറേണ്ടത്. മനുഷ്യനൊരു മരം ഒരു വരമായി മാറണം. അത് ഒരു സംസ്കാരമായിട്ട് മാറ്റിയിട്ട് ഇരിക്കുന്നു. ഞാനൊരു TV ചാനലില് കണ്ടതാണ്. അവര് എറണാകുളത്ത് ഒരു വീട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടില് ശരിക്കും പറഞ്ഞ ഒരു കാട് ആ വീടിന്റെ മുകളിൽ കാണാം. ടെറസില് സിമ്പിൾ ചെടികളൊന്നും അല്ല വെച്ചുപിടിപ്പിക്കുന്നത്, വലിയ വമ്പൻ മരമാകുന്ന വൃക്ഷം തന്നെ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. അത് വലിയൊരു കാട് പോലെ നമുക്ക് കാണാൻ പറ്റും TV-യിൽ. അങ്ങനെയുള്ള ഒരു വീട് അവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, ഇത് ആ വീട്ടിൻ്റെ ആ പരിസരം മുഴുവനും വളരെ കാമാണ്, നമുക്ക് പിന്നെ ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയുന്നു പിന്നെ നിമ്മി ടീച്ചറെ, ഈ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ പകരം ഇതേപോലെ നമുക്ക് വീടിന്റെ മുകളിൽ വൃക്ഷങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റുമോ? വീടിന്റെ മുകളിൽ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സുരക്ഷിതമാണെന്ന് ഇന്നത്തെ കൺസ്ട്രക്ഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അത് ചിലപ്പോൾ അതിന്റെ വേരുകൾ താഴോട്ട് പോയേക്കാം, ഈർപ്പം വരിക, ഇങ്ങനെയൊക്കെയുള്ള അത്ര സ്ട്രോങ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ പില്ലർ വാർത്ത അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ പണിയുന്ന വീടുകൾക്കൊക്കെ നമുക്ക് അത്രയും അത് പ്രാക്ടിക്കൽ അല്ലായിരിക്കാം. അതുകൊണ്ടാണ് എറണാകുളത്തെ അനേക ലക്ഷക്കണക്കിന് വീടുകളുടെ കൂട്ടത്തിൽ ഇതൊരെണ്ണേ ഉള്ളൂ.
അത് തന്നെ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അത് പ്ലാൻ ചെയ്ത വീടായിരിക്കാം. ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. അത് ഒറ്റപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാം, ഒരു വീടിന് ടെറസിന് മുകളിലൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ കൃഷികള് അല്ലെങ്കിൽ ഗാർഡനിങ് അതൊക്കെ ചെയ്യാൻ നല്ലതാണ്. ചൂട് കുറയാനും നമുക്ക് ഭംഗി, മനസ്സിന് സന്തോഷം, ഇതൊക്കെ നമുക്ക് കിട്ടും. അത് ശരിയാണ്. സാറെന്ത് പറയുന്നു? ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഹരി പറഞ്ഞതുപോലെ ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഞാൻ പല വീടുകളിലും ഭംഗിയായി നിന്നിരുന്ന പല മരങ്ങളും, പല പൂക്കള് ഉണ്ടാകുന്ന വലിയ മരങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പം ഫലവൃക്ഷങ്ങൾ പലതും വെട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലും വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ സങ്കടത്തോടു കൂടിയാണ് അത് വെട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്നത് അയൽവാസിയുടെ വീട്ടില് ഇല വീഴുന്നു എന്നുള്ളവരാണ്. അപ്പൊ അതൊരു മനുഷ്യൻ ഒരു പരസ്പരം ഒരു മരം ഒരു ഇപ്പൊ വേറൊരു എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ഫലവൃക്ഷം അപ്പുറത്തോട്ട് ചാഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്ന ഡോക്ടർ പറഞ്ഞത് അതൊരു ഫലവൃക്ഷമല്ലേ, വെട്ടിക്കളയണ്ട, നിന്നോട്ടെ എന്ന് പറയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടാവണമെന്നില്ല. കുറച്ചുകൂടെ നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ വീടുകളിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. അത് നമുക്ക് പറയാനൊക്കത്തില്ല, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത് പോലെ ഇല വീഴുന്നത് അലോസരപ്പെടുത്തുന്നു. അതെ അതെ. സാറെന്ത് പറയുന്നു? ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ കുറെ കാലം കൊണ്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല ശുദ്ധമായ പാല് വേണം. നമ്മുടെ അടുത്തൊരു 5 പശുവിനെ അല്ലെങ്കിൽ 3 പശുവിനെ വളർത്താണ് പിറ്റേ ദിവസം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയി അവരെതിരെ കേസ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു വെള്ളം കളഞ്ഞ് ഇപ്പൊ ഒരു 100 വീടിലെടുത്താൽ 2 വീട് പോലും പശുക്കളില്ല. കാരണം പ്രധാന കാര്യം ഇത് ഈ ആളുകളോട്ട് മുഷിയാൻ പോവുക, ആളുകളോട്ട് പ്രയാസപ്പെടുത്താൻ പോകുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ധാരണ ഉണ്ടാവും. പിന്നൊന്ന് കാരണം എന്താ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ടെറസിന്റെ ഒക്കെ മേളിൽ വെക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തൊക്കെ തണല് കിട്ടും. പക്ഷെ പൂച്ചെടി ഉണ്ടാവും, പൂവുണ്ടാവും ഒക്കെ ഉണ്ടാകത്തിന് നമുക്ക് ആവശ്യത്തിന് തണലാണ് വേണ്ടത്. തണൽ ആവശ്യത്തിന് വേണമെങ്കിൽ വലിയ ഇലച്ചിലുകളുള്ള വൃക്ഷങ്ങൾ തന്നെ വെച്ചു പിടിപ്പിക്കണം. അപ്പൊ അത് നമ്മളൊന്ന് മാറ്റിക്കൊണ്ട് ഒരു ഫലവൃക്ഷങ്ങളുടെ മരങ്ങളായാൽ നമുക്ക് 2-3 ഗുണങ്ങളാണ്. ഫലം കിട്ടുകയും ചെയ്യും, അത്യാവശ്യം ആവശ്യത്തിന് ഫലം കിട്ടും, നമുക്ക് തണല് കിട്ടും. ഈ ഫലവൃക്ഷങ്ങളിൽ നമ്മുടെ പഴയ നാടൻ ഇനങ്ങളൊക്കെ ഒരു ഗുണമെന്താ വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകത്തൊന്നുമില്ല. പിന്നെ വേറെ ഒന്ന് കണ്ടുവരുന്നത് ഈ പറഞ്ഞ കണക്കാണ്, ഈ ഒരിച്ചിരി അങ്ങോട്ട് ചാഞ്ഞു കഴിഞ്ഞ് ഇല വീണു, തൂക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പൊ അന്നേ കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ പോകുന്ന കാണുന്നത് കുറേശ്ശെ വ്യത്യാസം വരാറുണ്ട്. വ്യത്യാസം വരുന്നത് അതിന്റെയൊക്കെ പ്രധാന ഘടകം ഈ ചൂടാണ്. ചൂട് കൊണ്ട് സഹിക്കാൻ വരാതെ വരുമ്പോൾ നമ്മൾ ഈ മരങ്ങളെയൊക്കെ വളർത്താൻ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ സർക്കാർ ഉണ്ടാക്കിയ ഒരു മരം വെച്ച് കൊടുത്ത് അത് വെട്ടാനായിട്ട് പെട്ടെന്നൊരു കേസ് കൊണ്ട് കൊടുക്കുക, എന്തിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തിനത് വെട്ടുന്നു, എന്താണ് അതിന്റെ ബുദ്ധിമുട്ട്, അതിലുണ്ടാകുന്ന അടുത്ത വീട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതിനുശേഷം വെട്ടാനായിട്ടുള്ള ഒരു സൗകര്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പൊരുത്തപ്പെടണ്ടേ. ഈ ആലപ്പുഴയുടെ പുഴകളില്ലേ, നമുക്കിവിടെ ഉള്ള ചെറിയ പുഴകളൊക്കെ ഉണ്ടല്ലോ, ഈ അതിന്റെ തീരത്തൊക്കെ ധാരാളം വൃക്ഷങ്ങളുണ്ടായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞു. പക്ഷെ പകരം ഒന്നും വെച്ചില്ല. അവിടേക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് തന്നെ നമ്മൾ ഇവിടെ ആലപ്പുഴ തീരങ്ങളിൽ വെക്കുന്ന അല്ലെങ്കിൽ തോടുകളുടെ കരകളിൽ വെക്കുന്ന ഏത് ഇനവെന്നൊന്നും ശ്രദ്ധിക്കണം. കടപുഴകി യാത്ര ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മരമാകരുത്. അവിടെയൊക്കെ പറ്റുന്ന തരത്തിലുള്ള മരങ്ങൾ, മരത്തിന് ആവശ്യമായ ഡിസ്റ്റൻസ് ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഇത് ഈ ഉറക്കത്തൂങ്ങുകളുള്ള മരങ്ങൾ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണം വെച്ചാൽ നമുക്കൊരു 10-50 സെന്റ് തണല് കിട്ടും. ആ മരം കൊണ്ട് ഈ തോട്ടറമ്പിൽ വെച്ച് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുകയും ഇതൊരു സ്ഥലത്ത് മറിഞ്ഞു പോവുകയും ചെയ്യും. ഇതിന്റെ ഒരു പഠനം നേരത്തെ നടത്തിയിട്ടുള്ള. അപ്പൊ നമ്മൾ ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഓരോ തോടുകളിന്റെ സൈഡിൽ വെക്കാവുന്ന സ്ഥലത്തിന്റെ അനുസരിച്ചും മറിയായിരിക്കാനനുസരിച്ചുള്ള വൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിക്കുന്നത്. ഒരു കാരണവശാൽ അത് വെട്ടുന്നില്ല. അപ്പൊ അതുകൂടാതെ ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ചെയ്തു വരുന്നത് അത് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ എവിടെങ്കിലും റോഡ് സൈഡിൽ പുളി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ചെന്നാൽ ആ റോഡ് എത്ര വികസിച്ചാലും പിന്നെയും കിടക്കാണ് പുളി വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇരിക്കുക. അതുകൊണ്ടുള്ള നേട്ടം ആ നാട്ടുകാർക്ക് ആവശ്യമുള്ള പുളി കിട്ടും. ഈ പുളി ലേലം കൊടുത്തിരിക്കുകയാണ് PWD, അതുവഴി ഒരു വരുമാനം. ഇത് കുറെ ഒരു എത്രയോ 300-400 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ അത്യാവശ്യം ഒരു വാഹനമൊക്കെ മാറിത്തീരിയൊക്കെ വന്നാൽ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇതിലടക്കം മുട്ടിക്കുന്നത് അതിനൊരു വകയിൽ സംഭവിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മളിവിടെ അങ്ങനെ വെക്കുന്നതേ ഇല്ല. പെട്ടെന്ന് വെട്ടുന്ന രീതിയിലുള്ള മരങ്ങൾ വെക്കുക, നിന്ന് വെച്ചു, നാളെ ഇച്ചോട് വീതി വിട്ട് അത് വെട്ടിക്ക് കളഞ്ഞു. ആർക്കും ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ടൗൺ പ്ലാനിങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ നിരത്തുകളുടെ പ്ലാനിങ്ങോ ചെയ്യുമ്പോൾ യാതൊരു ദീർഘവീക്ഷണത്തോടു കൂടിയല്ല ഇതൊന്നും കൊണ്ടുവരുന്നത്. സുനിലിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവരുടെ കൃഷിയിടങ്ങളിൽ പോകുന്ന ആളാണ് സുനിലിനെ പോലെയുള്ള ആൾ. 4 മണിക്ക് അവർ കൃഷിയിടങ്ങളാണ് വെട്ടം, അവരുടെ ഒരു തിട്ടമാണെന്നാണ് പറയുന്നത്. ആ ഒരു തിട്ടം വെച്ചാണ് പോയി വിളവിടുന്നതും വിളവെടുക്കുന്നതും. നേരം വെളുത്ത് 7 മണിയാകുമ്പോഴത്തേക്ക് പിക്കപ്പ് വാനുകളിലേക്ക് കയറ്റിവിടേണ്ട രീതിയിൽ വിളവെടുത്ത് നിൽക്കുന്ന ഒരാളാണ്. 10 മണിക്കുള്ളിൽ അതിന് വിളവിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. കാരണം തുറസായ സ്ഥലത്തല്ലേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ചോലയുടെ കീഴിൽ ഒന്നും ചെയ്യുന്ന കൃഷിയല്ല ഇവരൊക്കെ ചെയ്യുന്നത്.
ഒരു 11 മണി മുതൽ വൈകുന്നേരം ഒരു 3 മണി വരെ അങ്ങോട്ട് ചെല്ലാനേ ഒക്കില്ല. അതുപോലത്തെ ചൂടാണ്. ആ ചൂടിൽ നിന്ന് കൃഷി ചെയ്ത് വിളവെടുത്തു കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ ആലപ്പുഴ എറണാകുളം പാതയുടെ ഇരുവശത്തു നിന്ന് ഏറ്റവും വില കുറച്ച് കൊടുക്കേണ്ടി വരുന്ന ആ ഒരു മനോവേദനയോടുകൂടി നടക്കുന്ന കർഷകരിൽ ഒരു പ്രതിനിധിയാണ് സുനിൽ. നേരിട്ട് എനിക്കറിയാവരേക്ക്. നമ്മുടെ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്ന് ലേബൽ ചെയ്ത ഏത് സാധനവും ഏത് വിലയ്ക്കും വാങ്ങിച്ച് നമ്മൾ മേനി കാണിച്ച് തള്ളുവണ്ടിയിൽ കൊണ്ടുവന്ന കാറിലേക്ക് കയറ്റുമ്പോൾ വഴിയോരത്ത് നിന്ന് ഒരു കിലോയ്ക്ക് 20 രൂപ 30 രൂപ പറഞ്ഞാൽ 10 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്ന ആ മനോഭാവം മാറേണ്ടിയിരിക്കുന്നു. അവർ കൊടുക്കുന്ന പൊട്ടുവെള്ളരിക്ക് 20 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ 90 രൂപ ഒരു കിലോയ്ക്കാണെങ്കിലും പാക്കറ്റിനകത്താക്കി വണ്ടിയിൽ മാഡം സർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങുന്നതിന് ആ ഒരു നമ്മുടെ ഒരു ദുരഭിമാനം അത് മാറേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ആഹാരക്രമങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് കേൾക്കുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഉഷ്ണകാലത്ത് ആഹാരമാക്കാൻ കഴിയുമായിരുന്ന താറാവുകളെ എല്ലാം കൂട്ടത്തോടെ കൊല്ലുകയാണ്. അതെ, അങ്ങനെ വന്നിരിക്കുന്നു. ഒരു വലിയ സങ്കടകരമായൊരു വാർത്ത. ഇത് മറ്റൊരു ലോബിയുടെ ഭാഗമായിട്ടുള്ള പ്രചരണം ആണെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. തമിഴ്നാട് തീരമേഖലയിലുള്ള ഹാച്ചറികളിൽ നിന്ന് വരുന്ന കോഴികളുടെ വികാസം കൂടിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഈ ബദൽ വെക്കാവുന്ന ഇറച്ചിത്തരമായ താറാവിനെ ഒഴിവാക്കിയെങ്കിലേ കോഴിക്കച്ചവടം നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു മത്സര മേഖലയായി മാറുന്നു നമ്മുടെ തണ്ണിമത്തന്റെ ആ വ്യാപനം. ഈ ചൂടിനെ ഞാൻ പൊരുത്തമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അതിന് നല്ല വില കിട്ടുന്നില്ല? 16 രൂപയ്ക്കും 18 രൂപയ്ക്കും റോഡിൽ അത് വിൽക്കണമെങ്കിൽ കർഷകൻ എന്ത് കിട്ടിയിരിക്കും? ഒരു കിലോയിൽ 5 രൂപ പോലും ഒരു കിലോയിൽ കിട്ടിക്കാണത്തില്ല. ഒരു വലിയ തണ്ണിമത്തങ്ങ 20 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരുന്നു. 6 മാസം അതിന് വളം കൊടുത്ത് വെള്ളം കോരി കാത്തിരുന്നവരാണ്. കീരി കൊണ്ടുപോകും, എലിമാന്തും, പട്ടി കടിച്ചു കളയും, ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇതെല്ലാ പ്രതിരോധങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കർഷകൻ കൊണ്ടിരുന്നത്. ഈ അതിതാപനത്തോടൊപ്പം പറയുന്ന ഈ താപനത്തെ രക്ഷിക്കുന്ന താപനത്തിന് നമ്മളെ സഹായിക്കുന്ന കർഷകർക്കും കൂടെ വേണ്ടി ഒരു പൊരുത്തം നമ്മളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ സുനിലിനെ കൂടെ മുൻനിർത്തി പറയുകയാണ്. കാരണം അവർ ആഹാരം തരുന്നവരാണ്. സുനിലിനെ പോലെ 100 കണക്കിന് പേരുണ്ട്. സുനിലിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോൾ ഓരോ പരിസ്ഥിതി ദിനങ്ങൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഓരോ പരിസ്ഥിതി ദിനങ്ങളും വരുമ്പോഴും ഗവൺമെന്റ് തന്നെ കോടിക്കണക്കിന് മരങ്ങളാണ് കൊടുക്കുന്നത്. അത്ര മരങ്ങൾ നമ്മൾ മുറിക്കുന്നില്ല യഥാർത്ഥത്തിൽ. നമ്മുടെ പ്രകൃതി മരങ്ങൾ എവിടെയാണ്? അവിടെയാണ് അത്. അപ്പൊ നമ്മള് നിങ്ങളൊരു 10 വർഷം ഇങ്ങനെ എടുത്ത് നോക്ക്. ഒരുപാട് മരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 10 വർഷം ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. 10 വർഷം കൊണ്ട് 25 കോടി മരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വളർന്നു വരുന്നില്ല. 2000 മരം പോലും വെട്ടാനില്ല. നമ്മൾ അത്ര മരങ്ങൾ വെട്ടാനില്ല. അപ്പൊ ഈ ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അതാണ് അത് യഥാർത്ഥത്തില് അത് എവിടെ താഴെത്തട്ടിലേക്കോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അതിജീവനത്തിലേക്കോ എത്തിച്ചേരുന്നില്ല. അതെ അതെ, അവിടെയാണ് പ്രധാന വിഷയം. ആവശ്യത്തിന് ഫണ്ട് പലപ്പോഴും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അല്ലെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു പോളിസി എന്ന് പറയുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇതുപോലെ ചൂട് കൂടുന്ന കാലമാണ് വരുന്നത്. ഈ ചൂടത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അതേക്കുറിച്ച് വളരെ ഗൗരവമായി പഠിച്ചിട്ട് ഈ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും. ഇപ്പോൾ എത്രയോ പേർക്കാണ് വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നമുള്ളത്. ഇത്രയും ചൂടുണ്ടായിട്ടും ചിലർ, നമ്മളിപ്പോലും ഇതിനിടയിൽ വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ്. ചൂടത്ത് നടക്കുന്ന ഒരു ഡിസ്കഷനിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊരു വെള്ളം വേണ്ടതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഈ നമ്മുടെ സിന്തറ്റിക് വസ്ത്രങ്ങൾ ചൂടുകാലത്ത് ധരിക്കുന്നത് ആശാസ്യമല്ല. കോട്ടൺ വസ്ത്രങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണമെന്ന് പറയുന്നു. എത്ര പേർക്ക് കോട്ടൺ വസ്ത്രങ്ങൾ ഇഷ്ടമാണ്? കോട്ടൺ വസ്ത്രം താല്പര്യമില്ല ആൾക്ക്. അതുപോലെ തന്നെ നിയമം മൂലമാണെങ്കിലും നമ്മളുടെ ആദ്യം തീവ്രവാദികൾ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് സൺഫിലിം നീക്കം ചെയ്യേണ്ടതെന്നായിരുന്നു ആദ്യത്തെ പ്രയോഗം. പിന്നെ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നു ഈ ചില്ല് പൊട്ടിമാറാൻ ഈ ഫിലിം ഉണ്ടെങ്കിൽ അത് തടസ്സമായതുകൊണ്ടാണ് ചില്ലുകളിൽ നിന്ന് ഫിലിമുകൾ മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ എത്രയോ ആധുനിക സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ടിൻഡഡ് ഗ്ലാസുകൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലും സമ്മതിക്കുന്നില്ല. ഇന്ന് വൃദ്ധരും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ വാഹനങ്ങളിൽ രാവിലെ ഒരു 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ യാത്ര ചെയ്യാൻ വെന്തുരുകയാണ്. എത്ര നല്ല AC ഇട്ടാലും ശരി ഈ കൃത്യമായ സൂര്യതാപം ഏൽക്കുന്ന ഗ്ലാസുകൾ പഴുക്കുക തന്നെ ചെയ്യും. ഈ ആളുകൾക്ക് ക്ഷേമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആളുകളെ നയിക്കേണ്ട അധികാരികളുടെ ലക്ഷ്യം ചെയ്യേണ്ടത്. ഇന്ന് ടീച്ചർ പറഞ്ഞതുപോലെ ഒരു മരം വെട്ടുന്നതിന് മുമ്പ് കൃത്യമായ ഒരു സർവേ അതിന് വേണ്ടി നടത്തേണ്ടിയിരിക്കുന്നു. ഒരു ഉത്തരവിടുമ്പോൾ എന്തിനത് വെട്ടണം, ആ ഇല കൊണ്ട് അവർക്ക് എന്ത് ദോഷം വരുന്നു, അവരുടെ കെട്ടിടത്തിന് എന്തെങ്കിലും സുരക്ഷാ ഭീഷണിയുണ്ടോ, ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും നോക്കാതെ കേവലമായി കിട്ടിയിരിക്കുന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്നേക്ക് ഈ നോട്ടീസ് കിട്ടി 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് നീക്കം ചെയ്തില്ല എങ്കിൽ
സർക്കാർ ചെലവിൽ അത് വെട്ടുകയും നിങ്ങൾ നഷ്ടം ഈടാക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു ഭീഷണി കത്താണ് ഉത്തരവായിട്ട് വരുന്നത്. സാധുവായ മനുഷ്യൻ കൈ കിട്ടുന്ന സാധനം ഉപയോഗിച്ച് അത് വെട്ടി ദൂരെ കളയും. അവിടെ എന്തിനത് വെട്ടി? ഒന്നുകിൽ ആ വൃക്ഷത്തോടുള്ള ഒരു അസൂയ, അതല്ലെന്നുണ്ടെങ്കിൽ കുനിഞ്ഞു നിന്ന് ഇല തൂക്കാതിരിക്കാനുള്ള അവരുടെ ഒരു പ്രത്യേകമായ സ്വഭാവ സവിശേഷത, അതല്ലെങ്കിൽ തീർച്ചയായും ഒരു മരവൈരിയായി മാറുന്നു. മരം നമ്മളുടെ വരമായി മാറണം. മരമായി ഉപയോഗിച്ചൊരു ശരമായി മാറരുത്. മരം ഇപ്പോൾ ശരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഓരോ മരം വെട്ടിക്കാൻ ശ്രമിക്കുന്നത്. അതൊന്നും മാറേണ്ട, ആ സംസ്കാരം വരേണ്ടിരിക്കുന്നു. ഇതിൽ മരങ്ങളും നമ്മളുടെ ചുറ്റുമുള്ള ജല സങ്കേതങ്ങൾ, ജലസ്രോതസ്സുകളും നിലനിർത്താതെ താപനത്തെ നമുക്ക് ഒരിക്കലും പൊരുത്തം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചുറ്റുമുള്ള ചെറിയ, സുനിൽ സൂചിപ്പിച്ച ചെറിയ മഴക്കുഴികൾ നമുക്കുണ്ടാക്കാം. വീടുകളിൽ കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കുമ്പം നമ്മൾ ഹാർവെസ്റ്റിംഗ്, റെയിൻ ഹാർവെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവും. എത്രത്തോളം അത് പരിമിതമാണെന്ന് നമുക്കറിയാം. നിശ്ചയമായും ഉള്ള കുളങ്ങൾ നികത്താതിരിക്കാനുള്ള ഒരു പ്രേരണ നൽകണം. ആ കുളങ്ങൾ നികത്താതെ സൂക്ഷിക്കുന്നവർക്ക് എന്തെങ്കിലും ഇളവുകൾ നൽകണം. ഞാൻ പറഞ്ഞ ശിക്ഷാമാർഗമല്ല വേണ്ടത്. ഒരാൾ കുളം നികത്തിയ ഉടനെ അവന് 50,000 രൂപ പിഴ അടയ്ക്കാം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു കുളം നന്നായി സംരക്ഷിക്കുന്ന ഒരാളിന് അത്രയും ഭാഗത്തേക്ക് നികുതി അടയ്ക്കേണ്ട എന്നൊരു ഇളവ് കൊടുത്തു നോക്കി എത്ര പേരത് സംരക്ഷിക്കും, എത്ര പേരത് നിലനിർത്തും? ഒരു നയാ പൈസ ആർക്കും നഷ്ടപ്പെടത്തില്ല. ഇതുപോലെയുള്ള പ്രായോഗിക മാർഗങ്ങളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഈ മഴവെള്ള സംഭരണി നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ വളരെ വ്യാപകമായിട്ട് ചെല്ലാനം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ടൗൺഷിപ്പിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടനാട് അങ്ങനെ കൊടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതും അധികം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മഴവെള്ളം സംരക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഒരാണ്ട് വരെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ മഴവെള്ള സംഭരണിയിൽ. അതുപോലത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് മഴവെള്ള സംഭരണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ശുദ്ധജലം തന്നെ കുടിക്കാനായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഈ വേറൊരു വിഷയം നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൃഗങ്ങളും മനുഷ്യനും ഒരു ചർച്ചാ വിഷയമാണല്ലോ കുറേ കാലമായിട്ട്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന, നമുക്കിത്തിരി വെള്ളം വേണമെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും. പക്ഷികള്, മൃഗങ്ങള്, അവർക്കിത് എവിടെ നിന്ന് കിട്ടും? ആരും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതൊരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ ജൈവ സംരക്ഷണ സമിതിയായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞാനും സുരേഷും ഒക്കെ. മനസ്സിലാക്കിയിരിക്കുന്നത് വനങ്ങളുടെ തീരഭാഗങ്ങളിൽ ഈ ആനയെ പോലെയുള്ള ജീവികൾക്ക് വേണ്ടി ഉപ്പ് നൽകുക എന്നൊരു പരിപാടിയുണ്ട്. ആനയ്ക്ക് ഉപ്പിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ ഈ ഉപ്പ് തിന്നാൻ വേണ്ടിയാണ് ആനകള് തീരഭാഗത്തേക്കൊക്കെ വരുന്നത്. ഉപ്പിന്റെ അംശങ്ങളുള്ള മണൽ പ്രദേശങ്ങളിൽ വരും. ഇത് കൃത്യമായി ഉപ്പ് അകത്ത് ഇവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വനം വകുപ്പ് ഈ ഉപ്പിന്റെ വിതരണവും വനത്തിനുള്ളിൽ നടത്തണമെന്നുണ്ട്. കൃത്യമായി ഇങ്ങനെ നടക്കാറില്ല. അതുപോലെ തന്നെ ഇത്ര മീറ്റർ അകലെ ജലസ്രോതസ്സുകൾ ഉണ്ടാകണമെന്നുണ്ട്. വഴികളിൽ നിന്നും ഒരു 50 മീറ്റർ 100 മീറ്റർ അകലെ മാറി ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ ഒരു വന്യജീവിയും ആ സ്രോതസ്സിന്റെ അതിർത്തി വിട്ട് ജലം തേടി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയില്ല. ഇതൊന്നും നിരീക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വിഷയത്തെ പറ്റി അച്ഛൻ സൂചിപ്പിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഈ താപനം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന മനുഷ്യന്റെ മാംസം തിന്നാൻ വേണ്ടിയല്ല, തൊണ്ട ഉണങ്ങുമ്പോൾ തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി. അതിനൊരു അശാസ്ത്രീയ ഇതുകൂടെ ഉണ്ട്. കാരണം വെച്ചാൽ ഈ പല കാടുകളിലെ നടുക്കുകളും മുമ്പ് ആനകൾക്ക് അല്ലെ മറ്റുള്ളവർക്ക് ഭക്ഷിക്കാനുള്ള സ്ഥലത്തിലുള്ള വൃക്ഷങ്ങളായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ പലതും പുതിയ മരങ്ങൾ കൊണ്ടുവന്ന് അത് വെച്ചുപിടിപ്പിക്കുമ്പോൾ ഒരു മരത്തിന് 1200-2000 ലിറ്റർ വെള്ളം വെള്ളമില്ലാതാകുന്നു. ഇതൊട്ട് ഭക്ഷിക്കാൻ പറ്റത്തുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ പുറത്തോട്ട് ചാടി വരുന്നത്. പുറത്തോട്ട് ചാടി വരുമ്പോൾ ഇത് ആളുകളുടെ സ്ഥലത്ത് കയറുന്നു. അതിന്റെ സൗകര്യങ്ങളെല്ലാം മുടക്കിക്കളഞ്ഞാൽ നമ്മൾ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സ്നേഹം ഈ പറച്ചിലല്ലാതെ അതുങ്ങളോട് കാണിക്കണ്ട. അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്തു കൊടുക്കട്ടെ. നമ്മൾ അതുങ്ങൾ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ വെച്ചു കൊടുക്കും. വൃക്ഷങ്ങൾ അത് വേണ്ടതാണ്. അതൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഈ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള കാര്യവും ഈ പറഞ്ഞത് വളരെ വലിയ ഒരു കാര്യമാണ്. കാരണം വളരെ ബോധപൂർവമോ അല്ലാതെയോ കാടിന് അനുയോജ്യമല്ലാത്ത വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കാലത്ത്. ഈ ഫെല്ലിംഗ് എന്നും പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ചില മരങ്ങൾ വെട്ടാം അനുവാദം. അപ്പൊ അത് കൊണ്ടുവന്ന് വെച്ച് പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ രീതി, ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന രീതി ചില പുല്ലുകളൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിൽ പണ്ടുവെപ്പിക്കുക. അതിപ്പോ അങ്ങനെയുള്ള പുല്ല് ഇപ്പൊ എല്ലാരും ലാഭത്തിന് വേണ്ടിയല്ലേ കൃഷി ചെയ്യുന്നത്. വിലയില്ല. നമുക്ക് മുമ്പ് എല്ലാ വനങ്ങളിലും നിർബന്ധമായിട്ട് ചൂണ്ടപ്പന ഉണ്ടായിരുന്നു. ഈ ചൂണ്ടപ്പന ചൂട് സമയത്ത് നിങ്ങൾക്ക് ദാഹം നിലനിർത്താനായിട്ടുള്ള ഒരു വലിയ സ്രോതസ്സായിരുന്നു. നിറച്ച് മാംസത്തോടു കൂടിയുള്ള ഒരു തെങ്ങിൻ തടി കണക്കുള്ള ഒറ്റത്തടിയാണ്.
ഇപ്പൊ ഒരു സ്ഥലത്തും ഇല്ല. പിന്നെ രണ്ടാമത് ഈ ചില മൊട്ടക്കുന്നുകളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ അത് തുറച്ചായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, ആനകൾക്ക് വന്ന് കിടക്കാനും ഒക്കെ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ പലയിടത്തും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ആളുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അത് എങ്ങനെങ്കിലും വഴിയാക്കി അവിടെ ഒരു വീടുണ്ടാക്കി അവിടെ താമസിക്കാൻ ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ വഴി മൊത്തം മുടക്കമായി. അതെ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇതിനോട് നമുക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പ്രകൃതി പോലും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ നമ്മളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്. ആനത്താര എന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആനകൾ കണ്ടെത്തിയിരിക്കുന്ന വഴിയാണ്. ആ വഴിയാണ് നമ്മൾ തടയുന്നത്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ, പുഴകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം, പള്ളാത്തുരുത്തിയിലോ നെടുമുടിയിലോ നമുക്ക് സഞ്ചരിക്കാൻ. നിമ്മി കുട്ടനാട്ടുകാരിയാണ്. പിന്നെ കിടങ്ങരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പണ്ട് കാലത്ത് കിടങ്ങരയിൽ നിന്ന് എടത്തുവായിക്കും നെടുമുടിക്കും ഒക്കെ ബോട്ടുകൾ ഉണ്ടായിരുന്നു, സർവീസ് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ എല്ലാം റോഡുകൾ വന്ന് ഇതെല്ലാം ആ ജലം ഒഴുകുന്ന നിർഗമന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയി. ഈ പിന്നെ ആനത്താരയും ജലത്താരയും എല്ലാം അടച്ചപ്പോൾ നമുക്ക് ഈ കൃത്യമായ വെള്ളമൊഴുക്കില്ലാതായി. ഈ തടസ്സങ്ങൾ എന്ത് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പിന്നീട് വിനയായി മാറുന്നു. അതിനെ നമ്മൾ ബോധ്യപ്പെടേണ്ടതാണ്. ചിലപ്പോൾ ടീച്ചറിന് അറിയാൻ സാധിക്കും, നമ്മുടെയൊക്കെ ഈ ഒരു സമയം വരുമ്പോഴത്തേക്ക് ആറ്റിൽ നടക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തിരുന്നതാ. വെള്ളം അവിടുന്ന് കുടത്തിന് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങളുടെ ഒരു ജോലി രസമാണ്. അപ്പം അങ്ങനെ ഒരു ദോഷമില്ലാത്ത വെള്ളമായിരുന്നു. ഇപ്പൊ നമുക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഓയിലിന്റെ ഇതാണ് കംപ്ലീറ്റ് ഓയില്. പിന്നെ പല ചത്ത് കിടക്കുന്നത് ഒന്നും നീക്കം ചെയ്യുന്നില്ല. പിന്നെ ഈ അവശിഷ്ടങ്ങൾ ബുക്കിടുക. നമ്മൾ ചില വീടിന്റെ വാതിൽ കൂടെ ചിലപ്പോൾ യാദൃശ്യമായിട്ട് ബോട്ടിൽ പോകുമ്പോൾ കാണാം പ്ലാസ്റ്റിക് ഒക്കെ പാലിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഇടുന്ന പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബോധവൽക്കരണം അത്യാവശ്യം. കാരണം ഇത് സുന്ദരവും സൗന്ദര്യമായിട്ട് കിടന്നെങ്കിലല്ലേ ഇതിനകത്ത് ആള് വരത്തുള്ളല്ലോ. അതാണ് നമുക്ക് ഇന്ന് പണ്ടത്തെ കാലത്ത് ഇതുപോലെ വേസ്റ്റ് ഒന്നും കെട്ടി ഇങ്ങനെ കൊണ്ട് കളയത്തില്ല, ഇടുന്നില്ല. വളമായിട്ട് മാറും. നമ്മള് തെങ്ങിന്റെ ഒക്കെ തടത്തില് വാഴയുടെ ഒക്കെ തടത്തില് കൊണ്ടിടും. ഇനിയിപ്പോ മനുഷ്യര് കിടന്നങ്ങ് വിഷമിക്കുകയാണ്. ഇത് ഒരു ഇപ്പൊ വലിയ കെട്ടിടങ്ങൾ വന്നു, അണുകുടുംബങ്ങളായി. അവർക്ക് ഒരു നിലയുടെ മൂല അടുത്തുന്നില്ല, അടുത്ത മൂല തെളി. അവർക്ക് മാർഗ്ഗമില്ല. പറമ്പ് എന്താണെന്ന് അറിയാമല്ലോ. കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ല, കളിസ്ഥലം വരെ നഷ്ടപ്പെട്ടു. അതെ അതെ. അത് ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ നമ്മൾ ഇത്തിരി സ്ഥലമുള്ളിടത്ത് കൊണ്ട് നിർത്തിയാൽ അവരുടെ ഒരു ആഹ്ലാദവും ഓട്ടവും അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരുടെ വീട് ഏതാണ്ട് ഫ്ലാറ്റ് ആണെന്ന്. അതുപോലത്തെ ഇപ്പൊ നമുക്ക് ഒരിച്ചിരി സ്ഥലമുണ്ട്. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് ഒരിച്ചിരി സ്ഥലമുണ്ട്. അപ്പുറം ഇപ്പുറം വീട് വരുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താ കാര്യത്തില്ല, അവരൊരു 3 സെന്റ് 4 സെന്റ് സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വെച്ചു വേസ്റ്റ് മുറി കാണുന്നിടത്തോട്ട്. അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കി ഇടുന്നില്ല. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ അവരൊന്നും മനസ്സിലാക്കണം, ഇത് വൃത്തിയായിട്ട് എനിക്ക് മണമൊന്നും വരുന്നില്ല. കാരണം എനിക്ക് സ്ഥലമുണ്ട്, ഒരു മൂലയ്ക്ക് ഞാൻ താമസിക്കുന്ന മണം വരില്ല. പക്ഷെ ഈ ചുറ്റുമുള്ള പല പുതിയതായിട്ട് താമസിക്കാൻ വരുന്ന പല ആളുകളും ചെയ്യുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. നമുക്കൊരു ഇപ്പോൾ ഒരു പേടിയാ, 5 സെന്റ് സ്ഥലം കൊടുക്കാണ്ട് എന്ന് ആരും പറഞ്ഞു വിട്ട് വാങ്ങിച്ചിട്ട് പേടി, ഇത് വേസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് പോയി. ഒരു ഇത് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഉഷ്ണകാലത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പൊ എന്തൊക്കെ കൃഷി അവിടെ? തണ്ണിമത്തനുണ്ട്, അതുപോലെ നമ്മള് സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യണത്. കാരണം ഈ സമയത്ത് നമ്മള് പൊട്ടുവെള്ളരി ചെയ്യും, അതോടൊപ്പം തന്നെ കുക്കുംബർ കൃഷി. പൊട്ടുവെള്ളരി നല്ലതാണ്, കുക്കുംബർ നല്ലതാണ്. തണ്ണിമത്തൻ കൃഷി ഇതാണ് നമ്മള് 4 മാസം കൃത്യമായിട്ട് ചെയ്യുന്നത്. അതായത് നമ്മള് ഏകദേശം നവംബറോട് കൂടി കൃഷി ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇപ്പം ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ പൊട്ടുവെള്ളരി ഭയങ്കര ഡിമാൻഡായി. ഞാൻ തന്നെ ഇത്തവണ ഒരു 10,000 കിലോ മേൽ പൊട്ടുവെള്ളരി ഉൽപ്പാദിപ്പിച്ചു. ഒരു 10-20,000-ഓളം കിലോ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചു. അതുപോലെ തന്നെ കുക്കുംബർ നമ്മൾ സ്ഥിരമായിട്ട് 100-150 കിലോ ഒക്കെ വെച്ച് എടുത്തുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ചീരകൃഷിയാണ് അതിൻ്റെയോടൊപ്പം ചെയ്യുന്നത്. ലാഭകരമാക്കാൻ ഈ കൃഷി എല്ലാം ലാഭകരമാക്കണം, ചീരകൃഷി കൂടി ചെയ്യണം സഹായം. കാരണം നമ്മൾ ചീര ഇത് തണ്ണിമത്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ 90 ദിവസം നമുക്ക് വേണം വിളവെടുക്കാൻ. അപ്പൊ 90 ദിവസം ആകുമ്പോ തന്നെ ഇതിൽ 25 ദിവസം ആകുമ്പോൾ ചീര പറിച്ച് മാറ്റാം. അതിന്റെ കൂടെ വെച്ച് ഈ തണ്ണിമത്തൻ ഇവിടെ കിട്ടുന്നുണ്ടോ? പിന്നെ തണ്ണിമത്തൻ ഞാൻ ഒരു 10 വർഷമായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് എല്ലാ വർഷവും കഴിഞ്ഞ 22 ടൺ ഉണ്ടായിരുന്നു. വ്യാപകമായിട്ട് ആലപ്പുഴയില് കൃഷി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തു. പൊട്ടുവെള്ളരിയും ഉണ്ട്. ക്ഷമാവും നല്ലൊരു കൃഷിയാണ്, നമുക്ക് അത് ജ്യൂസിന് ഉപയോഗിക്കാൻ. നമ്മുടെ വെള്ളരി വർഗത്തിൽപ്പെട്ട തന്നെയാണ് ക്ഷമ, അത്രേ ഉള്ളൂ. ഒരു കുമ്പളങ്ങ പോലെ ഉരുണ്ടിരിക്കും. നന്നായിട്ട് ഉപയോഗിക്കാൻ കിട്ടിയ ക്ഷമ. അല്ല ഈ പിന്നെ ഇങ്ങനെ നമുക്ക് ഇതിനെ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സാധനം തണ്ണിമത്തനും അതോടൊപ്പം തന്നെ പൊട്ടുവെള്ളരിയാണ്. ബട്ടർനട്ട് ബട്ടർനട്ട് നമ്മൾ ഇപ്പൊ പ്രധാനമായിട്ടുള്ള പ്രശ്നം അത് നമ്മൾ കറികൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ മൊത്തം തന്നെ പകരമുള്ള സാധനം തന്നെയാണ് ബട്ടർനട്ട്. അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്
നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ചെറുനാരങ്ങയൊക്കെ അവിടെ നിന്നൊക്കെ വില കുറച്ച് വരുന്ന സമയമാണ്. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം വില കിട്ടത്തില്ല. പിന്നെ ചെറുനാരങ്ങയുടെ കൃഷി എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളോളം നിൽക്കുന്ന ചെടികളാണ്. ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷം വരെ നമുക്ക് അതിന് വിളവെടുക്കാം. അപ്പൊ അത് സ്ഥിരമായ ഒരു സ്പോട്ടിലേക്ക് വേണം കിട്ടുന്ന ഭൂമി കൃഷി അങ്ങനെ പാട്ടത്തിൽ കൃഷി ചെയ്യണത്. നമുക്ക് ആ സമയത്ത് വിളവെടുത്ത് മാറാൻ കിട്ടുന്നത് 6 മാസം ഒരു കൊല്ലം എടുക്കാൻ പക്ഷെ ഇവരൊക്കെ ഈ ചെയ്യുന്ന ഈ താപനത്തോടെ പൊരുത്തം ചെല്ലാന്ന് പറയുമ്പോൾ ഈ പൊട്ടുവെള്ളരിക്കും തണ്ണിമത്തനും ഒന്നും നമ്മുടെ നാട്ടിൽ മാന്യമായ വില കിട്ടുന്നില്ല. ഉത്പാദനം കിട്ടുന്നില്ല. മാളുകളിൽ ചിലപ്പോൾ നല്ല വില ഉണ്ടാവുമായിരിക്കും. പല കൈ മറിഞ്ഞിട്ടുള്ള പലരുടെ വീതം നേടിയതിനു ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു വികാരമൊക്കെ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ക്ഷമാമെന്ന് പറയുന്ന സാധനം നമുക്ക് തണുപ്പ് തരാൻ വേണ്ടി കർഷകൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നല്ല വില കൊടുത്ത് ഇപ്പൊ ഗ്രാമവിപണികൾ ധാരാളമുണ്ട്. നമ്മളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരെയൊക്കെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവരുടെയൊക്കെ നമ്പറുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിലുണ്ട്. സുനിലിനെ വിളിച്ച് ചോദിച്ചാൽ ഒരു 4-5 വീടുകളിൽ ചേരുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് 10-20 കിലോ അവിടുന്ന് വാങ്ങിക്കാം. ഇവര് രാവിലെ 7-6 മണി മുതലേ സാധനങ്ങൾ കൊടുക്കുന്നവരാണ്. അപ്പൊ ആ ഒരു വികാരമൊക്കെ അങ്ങനെ ഒരു സംസ്കാരം ഇനി മാറേണ്ടി വരും. നമ്മുടെ ആഹാരത്തിലൊരു സംസ്കാരം. ചേർത്തല നമ്മൾ കഞ്ഞിക്കുഴിക്കാരാണ്. അപ്പോൾ കരപ്പുറം എന്ന രീതിയിൽ ഞങ്ങൾ കരപ്പുറം ഗ്രീൻസ് ഒരു സംവിധാനം ഉണ്ടാക്കി, ഒരു കൃഷിക്കൂട്ടം ഉണ്ടാക്കി. അതിൽ 21 കർഷകർ ഇപ്പോൾ ഉണ്ട്. ഞാനുണ്ട്, അതിൽ സുജിത്ത് എന്ന് പറഞ്ഞ കർഷകനുണ്ട്, ശുഭകശനുണ്ട്. അങ്ങനെ കഞ്ഞിക്കുഴിയിലെയും കരപ്പുറത്തെയും ഒരുപാട് പ്രധാനപ്പെട്ട കർഷകരെല്ലാവരും ചേർന്നുണ്ടാക്കി അതിൻ്റെ ഒരു വിപണന കേന്ദ്രം തുടങ്ങി. ഇപ്പം ഞങ്ങൾ തന്നെ മാർക്കറ്റിൽ വില തീരുമാനിക്കാൻ തുടങ്ങി. നമ്മൾ ഞങ്ങൾ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിന് തൊട്ട് 100 മീറ്റർ അപ്പുറത്തൊരു പച്ചക്കറി സ്റ്റോർ ഉണ്ടല്ലോ ഇവിടെ. അവിടെ അവരുമായിട്ട് അവർ ഉൾപ്പെടെ വന്ന് ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ കയറ്റുമതി എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നു. കയറ്റുമതിക്കാർ ഇങ്ങോട്ടും ഞങ്ങൾക്ക് വന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഒരു നല്ല സമയത്തേക്ക് കടന്നു വരികയാണ് ഇപ്പൊ ഞങ്ങൾ. കരപ്പുറം ഗ്രീൻസ് എന്ന പേരിൽ ഇപ്പൊ കേരളത്തിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു സംരംഭം. കാരണം അതിൽ ഞങ്ങൾ ഒത്തിരി ഉള്ളവർ മിക്കവരും പ്രധാനപ്പെട്ട കർഷകരാണ്. സുജിത്ത് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫാർമറിന്റെ സുജിത്ത് ഒരുപാട് ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. ശുഭകശ് കരപ്പുറം ഗ്രീൻസ് എന്നുണ്ട്, ശുഭകശ് എന്ന് പറഞ്ഞ കർഷകരുണ്ട്, സാനുമുനുണ്ട്. അങ്ങനെ എല്ലാ കർഷകരും ചേർന്നുകൊണ്ടുള്ള 21 പ്രധാനപ്പെട്ട കർഷകർ ചേർന്നുകൊണ്ട് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ച് വിഷുനാളിൽ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അത് അവിടെ കൊടുക്കാറുണ്ടായിരുന്നു. അവിടെ കളക്ടറേറ്റ് കൊണ്ടുവരുന്നത് ഞങ്ങളെ എല്ലായിടത്തും കണ്ട് സംഭരിച്ചിട്ട് അവിടെ നിന്ന് ഒരു വേറൊരു ആൾ കൊണ്ടുവന്ന് വിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അത് വിലയെല്ലാം ഞങ്ങൾ തന്നെ തീരുമാനിക്കുന്നു, ആ വില കൊടുക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യമുള്ളത്, ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഭക്ഷണ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അത് വളരെ നിർബന്ധമായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ സമയത്ത്. എനിക്കറിയാം ഏതെല്ലാം, അതെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നാലേ ഓരോ സമയത്തിനും അനുസരിച്ചുള്ള ഫ്രൂട്ട്സ് അവിടെ വരും. എനിക്ക് തോന്നുന്നു അത്ര ഒരു ചേഞ്ച് ഇവിടെ കാണുന്നില്ല അധികം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഴക്കാലത്ത് കഴിക്കാവുന്ന ഫ്രൂട്ട്സ്, പിന്നെ അല്ലെങ്കിൽ വേനൽക്കാലത്ത് കഴിക്കാവുന്ന, മഞ്ഞുകാലത്ത് കഴിക്കാവുന്ന, അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വരുന്നത് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭക്ഷണക്രമം, അതുപോലെ പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇതെല്ലാം ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനൊരു ഭ്രാന്തൻ ചോദ്യം ചോദിക്കുകയാണ്. ഈ യോഗ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെടുത്തി യോഗ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്റെ ശരീരത്തിനൊക്കെ നമുക്ക് റിലാക്സേഷൻ തരുന്നതാണ്. അതെ. അപ്പൊ ഒരു റിലാക്സേഷൻ എന്നുള്ള മെന്റൽ റിലാക്സേഷൻ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക അസ്വസ്ഥതയാണ്. അതെ. അപ്പോ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ് നമ്മൾ ഈ യോഗയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷെ എന്നാൽ ഈ ചൂടിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, യോഗ ചെയ്യുമ്പോ ചൂട് കൂടുകയല്ലേ ചെയ്യുള്ളൂ ശരീരത്തിന്. യോഗ ചെയ്യുമ്പോ അങ്ങനെ ചൂട് കൂടുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മള് ബിക്കോസ് ഓരോ ആസനത്തിന്റെ ഇടയ്ക്കും നമ്മൾ വിശ്രമം ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ യോഗ ചെയ്യുമ്പോൾ ക്ഷീണം തോന്നത്തില്ല. മറ്റ് കളികളിൽ ഏർപ്പെടുന്നത് പോലെയോ മറ്റ് കാര്യങ്ങളിലുള്ളത് പോലെയുള്ള ടയർഡ്നെസ്സോ വിയർപ്പോ ഒന്നും അനുഭവപ്പെടത്തില്ല. നമുക്ക് ഓരോന്നിനും കഴിയുമ്പോഴും വിശ്രമം ചെയ്യുന്നുണ്ട്. ശരി.
പിന്നെ പ്രാണായാമം, മെഡിറ്റേഷൻ ഇതൊക്കെ ഉള്ളത് നമുക്ക് ഒരു മനസ്സിന്, ഞാൻ പറഞ്ഞ ഒരു മനസ്സിനൊരു സുഖവും കുളിർമയും ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് സ്ഥാപനവുമായിട്ട് നമ്മൾ അതിനെ എങ്ങനെ ബന്ധം? അല്ലല്ല, അത് ഞാനത് ചോദിക്കാനൊരു കാരണമുണ്ട്. നമുക്ക് ഈ ചൂട് കൂടുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ പൊളിറ്റിക്സ് ഉണ്ട്, നമുക്ക് അത് തെരഞ്ഞെടുപ്പാണ്, അതിന്റെ ചൂടുണ്ട്, പിന്നെ അന്തരീക്ഷത്തിന്റെ ചൂടുണ്ട്, ഇതെല്ലാം മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു റിലാക്സേഷൻ അനിവാര്യമാണ്. അപ്പോൾ ഈ യോഗ ചെയ്തു വരികയാണെങ്കിൽ പെട്ടെന്ന് കോപിക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. വേനൽക്കാലത്ത് മനുഷ്യർ പെട്ടെന്ന് കോപിക്കും. ഇപ്പം നമ്മൾ ബസ്സിൽ കയറിയാൽ മതി, ബസ് യാത്ര ചെയ്യാം. ബസ് യാത്ര ചെയ്താൽ ഈ വേനൽക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മിക്ക ബസ്സിലും വഴക്കുണ്ടാകും. അത് ആൾക്കാർ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അതേസമയത്ത് മഴക്കാലത്ത് പോയിക്കും, ആരും ഒന്നും വേണ്ടിയല്ല, അവിടെ വെറുതെ ഇരുന്നോളും, മിക്കവാറും ഉറക്കമായിരിക്കും. ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഇപ്പം ചെല്ലാൻ സൈഡിലേക്കൊക്കെ വരുന്ന വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരം ഇത് എറണാകുളത്ത് വരുന്ന വഴിക്ക് ഈ ഉറപ്പാണ് ആ വണ്ടി ചെല്ലാനത്ത് എത്തുന്നതിന് മുമ്പ് വഴക്കായിരിക്കും. അതേസമയത്ത് പിന്നെ മഴക്കാലത്താണെങ്കിൽ എല്ലാം ഈ പറഞ്ഞ കണക്ക് എല്ലാവരും അവിടെ ഇരുന്ന് ഉറങ്ങുകയുള്ളൂ. അപ്പം ഈ കാലാവസ്ഥ നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നുണ്ട്. അതാണ്. അപ്പം ഒരു പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ യോഗിക് ട്രെയിനിങ്ങിനെ കുറിച്ചും ചിന്തിക്കാവുന്നതാണ് ഒരു കാര്യം പറയുമായിരുന്നു. അങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഇനി ഈ വേനൽക്കാലത്തിനനുസരിച്ച് എന്താണ് നമ്മുടെ സ്വഭാവത്തിനും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ജീവിതശൈലി. ഈ ഞാൻ പറയുന്ന യോഗ എന്ന് പറയുന്നത് ഒരു എക്സർസൈസ് ടൈപ്പ് സാധനം മാത്രമല്ല, ലൈഫ് സ്റ്റൈലാണ്. ഞാൻ ഒരു സ്വാസ്ഥ്യം നേടാനുള്ള ശീലമല്ലേ? അതാണ് അങ്ങനെയാണ്. അങ്ങനെ ആരോഗ്യ പ്രവർത്തകർ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പകല് നല്ല ചൂടുള്ള മുറികളിൽ കിടന്ന് ഉറങ്ങാതിരിക്കുക. ഈ ശരീരത്തിൽ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുന്ന ആ സാഹചര്യത്തിലാണ്. നിങ്ങൾ കഴിയുന്നത്ര ശുദ്ധവായു കിട്ടാവുന്ന രീതിയിൽ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്ന് എവിടെങ്കിലും ഒരു തണലുള്ള സ്ഥലം നോക്കിയിരിക്കുക. ഈ പകലുറക്കം ഒഴിവാക്കാൻ പറയും. അതുപോലെ തന്നെ ഒരു ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കുക എന്നുള്ളതല്ല, അമിതമായി വെള്ളം കുടിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട്. അതുപോലെ ഈ പഴവർഗ്ഗങ്ങളിൽ തന്നെ നമ്മുടെ നാട്ടിലധികം സുലഭം അല്ലെങ്കിൽ റോബസ്റ്റ പോലെയുള്ള പഴങ്ങൾ പെട്ടെന്ന് കഴിക്കാൻ, സംഭാരം പശുക്കളുടെ കിട്ടുമെങ്കിൽ അത് കഴിക്കാൻ പറയുക. ഇവരൊക്കെ കൃഷി ചെയ്യുന്ന ഈ വെള്ളരിത്തരങ്ങൾ പോലുള്ള, അതുപോലെ സാലഡുകൾ, കുക്കുംബർ സാലഡ്, ഈ വലിയ എരിവുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആഹാരക്രമങ്ങളൊക്കെ, അങ്ങനെ ഭക്ഷണത്തില്, വസ്ത്രധാരണത്തില്, ശീലങ്ങളില്, പിന്നെ ജല സാധ്യത ഉണ്ടെങ്കിൽ സുലഭമായി ജലം ലഭിക്കുമെങ്കിൽ 2 3 പ്രാവശ്യം മേല് കഴുകുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് കുളങ്ങളില്ല, നീന്തൽ ശരീരത്തിന് ഒരു, പിന്നെ മാത്രമല്ല നല്ലവണ്ണം നമ്മളെ ശരീരം പലതരത്തിൽ ആ സമയത്ത് ചലിക്കുകയാണ്. വെള്ളം എടുക്കാനും കുളിക്കാനും തോർത്താനും സോപ്പ് ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് അറിയാതെ നമ്മൾ നിയതമല്ലാത്ത കുറെ ചലനങ്ങൾ അവിടെ ഉണ്ടാവും. കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഷവറിന് അടിയിൽ പോകുന്നതിനേക്കാളും നല്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ പൊരുത്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടെ എന്തൊക്കെ ശീലിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു മരങ്ങളില്ല എന്നുള്ളത്, പക്ഷെ എങ്കിൽ പോലും തണലിടങ്ങൾ ഉണ്ടാവണം, നമുക്ക് വേണം. അത് പ്ലാൻ, പണ്ട് കാലത്ത് അശോക ചക്രവർത്തിയൊക്കെ പ്ലാൻ ചെയ്തു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു റോഡ് സൈഡിലേക്ക്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഇനിയും ചൂട് കൂടിക്കൊണ്ടിരിക്കും എന്നിരിക്കെ നമ്മൾ പുതിയ റോഡുകൾ കൊണ്ടുവരുന്നു, പുതിയ പാലങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുകൊണ്ട് തണലിടങ്ങളെ കുറിച്ച് കൂടി ചിന്തിക്കുന്നില്ല? മനുഷ്യനത് വേണ്ടേ? നമുക്ക് മുൻകാലങ്ങളിൽ നമ്മുടെ ഭാരം കൊണ്ട് കയറ്റി വയ്ക്കാനുള്ള ചുമടുതാങ്ങികൾ ഉണ്ടായിരുന്നു. അവിടെ ചുമടുതാങ്ങി എന്ന് പറഞ്ഞാൽ ഇത് കയറ്റിവെക്കാൻ മാത്രമല്ല, അവർക്ക് അവിടെ ഇരിക്കാനുള്ള തണലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഇതനുസരിച്ച് നമുക്ക് പല ദേവാലയങ്ങളിലൊക്കെ പൊക്കം കുറഞ്ഞ ദാനവൃക്ഷങ്ങൾ വെച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണം നമ്മളിവിടെ വെച്ചിരിക്കുന്നതൊക്കെ അതുപോലെ. കാരണം വെച്ചാൽ ഒരു 10-15 മീറ്റർ വിസ്തീർണത്തിൽ വളരുകയും ചെയ്യും, ഒരു പരിധി കൂടുതൽ പൊങ്ങുകല, അതുപോലുള്ള വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ പല വൃക്ഷങ്ങൾ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ വൃത്തിയാക്കി വെടിപ്പാക്കി നിർത്താൻ പറ്റും. ആവശ്യത്തിന് തണല് കിട്ടും, റംബൂട്ടാൻ പോലുള്ള മരങ്ങൾ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ കുറെ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെടി മാത്രമല്ല, കുറച്ച് ഫലങ്ങളൂടെ കിട്ടുമ്പോൾ കുട്ടികൾ അതിനകത്ത്. തിരുവനന്തപുരം ഭാഗത്ത് ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവര് എല്ലാ വാർഡുകളിലും അവരെങ്ങനെങ്കിലും സ്ഥലം കണ്ടെത്തിക്കൊണ്ടിരിക്കുക. മിയാവാക്കി വനങ്ങൾ,
ഒരു 2 സെൻറ്റേ ഉള്ളൂ, ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു വനം ഉണ്ടാക്കി കൊടുക്കും. എല്ലാം കാട്ടുമരങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ പക്ഷികളെയും അങ്ങനെയുള്ള ജീവജാലങ്ങളെ ശലഭങ്ങളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ പൂച്ചെടികളുണ്ടാവും, പൂമരങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ചെറിയ ഞാവൽ അതുപോലെയൊക്കെയുള്ള ചെറിയ പഴങ്ങളുണ്ടാകുന്ന മരങ്ങൾ, എലിഞ്ഞി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കപ്പെടുകയാണ്. ചെറിയൊരു സ്ഥലത്തേക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തണൽ വനമായിട്ട് അത് മാറും. നല്ല കാര്യമാണ്. അങ്ങനെ ഇപ്പം നമ്മുടെയൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ തെക്കോട്ടുള്ള യാത്രക്കാരെല്ലാം വണ്ടാനം കാവ് എന്ന് പറഞ്ഞൊരു കാവ് ഉണ്ടായിരുന്നു. ഒരു കാവായിരുന്നു, വലിയൊരു കാവ് പോലത്തെ ഒരു കാവായിരുന്നു. അത് വഴിയുടെയൊക്കെ വികസനം, മെഡിക്കൽ കോളേജിന്റെ പണിയൊക്കെ വന്നതോടുകൂടിയാണ് അത് ഇല്ലാതായത്. ഇപ്പോൾ ഏറിയാൽ ഒരു 1/2 ഏക്കർ സ്ഥലത്തെ കാണത്തുള്ളൂ. മറ്റേ 6 ഏക്കർ സ്ഥലമായിരുന്നു വണ്ടാനം കാവ്. എല്ലാ കുരങ്ങന്മാരുടെ സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഭവന നിവാസ മേഖലയെ നമ്മൾ പുഷ്ടിപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിതാപനം കൊണ്ട് കഷ്ടപ്പെടുന്നെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് തിരിച്ചുവരവാണ് തണൽ മരങ്ങൾ ഉണ്ടാകുക, തണലിടങ്ങൾ ഉണ്ടാകുക, ഈ വെള്ളം നിലനിർത്താൻ തക്കവണ്ണമുള്ള മഴക്കുഴികൾ പോലെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചീരകൃഷിയൊക്കെ നടത്തുന്ന ചെറിയ കുളങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒരാൾ 2 ആൾ താഴ്ചയുള്ള കുഴികൾ ഉണ്ടാക്കി അതിൽ നിന്നാണ് വെള്ളം കോരി എടുക്കുന്നത്. അപ്പോൾ അവിടെ ആരും പ്രത്യേകിച്ചൊന്നും അവർക്ക് കൊണ്ടു കൊടുക്കുന്നില്ല, കണ്ടെത്തുകയാണ്, ആവശ്യക്കാരൻ കണ്ടെത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാർഷിക മനോഭാവം കൂടി ഇതിനെ പ്രതിരോധിക്കാൻ നമ്മളിൽ വളർന്നു വരേണ്ടിയിരിക്കുന്നു. കേവലം ഇൻവെൻറ്റീവ് ടെക്നോളജി ആൻഡ് മോഡേൺ സയൻസ് മാത്രം പോരാ, പാരമ്പര്യ അറിവുകളും നമ്മളുടെ നന്മശീലങ്ങൾ, പൂർവ്വസൂരികൾ അനുവർത്തിച്ചു വന്ന നല്ല ശീലങ്ങളും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു പരിധിവരെ പ്രകൃതിയുടെ ഈ ക്ഷോഭങ്ങളെ നമുക്കൊന്ന് പൊരുത്തമായി നിൽക്കാം. പക്ഷേ നമുക്കതിനെ വിജയിക്കാനൊക്കെ ഒന്നും വിചാരിക്കണ്ട, ഈ സന്ധി ചേരാം. അതാണ് എൻ്റെ ഒരു. അതെ അതെ അതെ. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, യുദ്ധപ്രഖ്യാപനമല്ല മറിച്ച് അനുരഞ്ജനമാണ്. പ്രകൃതിയോട് നമുക്ക് അനുരഞ്ജനപ്പെടാതിരിക്കാൻ വയ്യ. ചില കാര്യങ്ങൾ നമ്മുടെ പോലും പിടിയിൽ കൊള്ളുന്നതല്ല. നമ്മളിപ്പോൾ ഇന്ന് തന്നെ നമ്മുടെ സംസാരത്തിൽ പറഞ്ഞത് കൂടുതലും ഇറ്റ് ഈസ് മാൻ മെയ്ഡ് എന്നുള്ളതാണ്. പക്ഷെ അല്ലാതെയും ഉണ്ട്, പ്രകൃതി തന്നെ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ കാര്യങ്ങൾക്കും അപ്പുറം പ്രകൃതി കൊണ്ടുവരുന്ന ചില അവസ്ഥകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിലും കാലാവസ്ഥ ഏത് തരത്തിൽ വന്നാലും അതിനോട് അനുരൂപപ്പെടുന്ന, അതിനു വേണ്ടി പല കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന രീതികളുണ്ടാവും. മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്ക് തണുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ കവർ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. പിന്നെ നമുക്ക് ചൂടെടുക്കുമ്പോൾ നമ്മൾ തണലിടങ്ങളിൽ തേടി പോകുന്നു. അങ്ങനെയാണ് നമ്മൾ പണ്ട് കാലത്ത് ജീവിച്ചു പോകുന്നത്. അതുപോലെ ഇന്നും അത്തരം ചില ശീലങ്ങൾ നമ്മളെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ശീലിച്ച് പോന്നിട്ട് പല നല്ല ശീലങ്ങളും നമ്മൾ വിട്ടുകളഞ്ഞു. അപ്പോൾ അതൊക്കെ നല്ല ശീലങ്ങൾ വേണം. ആരോഗ്യം സംരക്ഷിക്കണം, ഭക്ഷണക്രമം നോക്കണം, കൂടെയുള്ളവരെ ശ്രദ്ധിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും അതറിയാമോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് കൃത്യമായിട്ടറിയാം. ഒറ്റയ്ക്ക് താമസിക്കുന്ന രോഗികളായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. പല വീടുകളിലും ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്. അവർ പലരും രോഗികളാണ്. അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടോ? അവർക്ക് ഈ ചൂടിനെ അവരെങ്ങനെ അതിജീവിക്കുന്നുണ്ട്? അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അതുകൂടിയും നോക്കേണ്ടതാണ്. കാരണം ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടേ കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അവർക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ അത്യാവശ്യം വെള്ളം അവിടെ കുടിക്കുന്നു, പിന്നെ നമ്മൾ കിട്ടുന്നിടത്തുനിന്ന് വെള്ളം കുടിക്കും. ഇവർക്ക് ഒരിടവും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ കൂടി, പ്രത്യേക അവശത അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പോഴെന്താ സ്ഥിതി? ആർക്കും ആരെയും നോക്കാൻ നേരമില്ല, എല്ലാവരും തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട് വെള്ളം പോലും കിട്ടാതെ അവശത അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിൽ ഈ സമയത്തുണ്ട് എന്നതും നമ്മൾ മറക്കാതിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സമസ്ത മേഖലകളെയും നമുക്കൊരു അനുരഞ്ജനത്തിൻ്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് ഈ അതിതാപനത്തെ ആ ഒരു അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് കൂടുതൽ ശീലം കൂടെ ഓർമ്മിപ്പിച്ചു. നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉള്ളത്, നമ്മൾ യാത്ര പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മറപ്പടിയുടെ തൊട്ടടുത്ത് ഒരു കിണ്ടി വെള്ളം ഉണ്ടാവുമായിരുന്നു. മുഖവും കാലും കൈയും കഴുകും. കാരണം അതൊരു ഉന്മേഷമുണ്ട്. നമുക്ക് ആ ഒരു ചൂടിൽ നിന്ന് നമുക്ക് രക്ഷയാണ്. ഇന്ന് ഏതെങ്കിലും വീടിന്റെ വാതിക്കൽ ഒരു ടാപ്പ് വെക്കാൻ പറ്റും. കാരണം